الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. فقد ورد في الأحاديث الشريفة عن النبي صلى الله عليه وسلم أنه قال: أحب اللغة العربية لثلاث: لأني عربي، والقرآن عربي، وكلام أهل الجنة عربي. ويقول ابن عمر رضي الله عنهما: تعلموا العربية فإنها من دينكم، وتعلموا الفرائض فإنها من دينكم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്കെല്ലാവർക്കും ഖൈറും ആഫിയത്തും കൂടുതലായി നൽകട്ടെ. അസുഖം ബാധിച്ചവർക്കും മറ്റെല്ലാ വിഷമം അനുഭവിക്കുന്നവർക്കും എല്ലാ വിഷമങ്ങളും രോഗങ്ങളും അല്ലാഹു മാറ്റിത്തന്ന റാഹത്ത് സുറൂർ കൊണ്ട് അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മുടെ ശ്രദ്ധ പതിയേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ഹദീസുകൾ. തിരുനബിയെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടൊരു ഹദീസിൽ കാണുന്നത്, അവിടുന്ന് പറഞ്ഞ് ഉഹിബ്ബുൽ ലുഗത്തൽ അറബിയ്യ, അറബി ഭാഷയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ലിസലാസിൻ, മൂന്ന് കാരണങ്ങൾ കൊണ്ട്. അതിലൊന്ന് അന്നി അറബിയുൻ, ഞാനൊരു അറബിയാണ്, അറബി ഗോത്രത്തിൽ ജനിച്ചയാളാണ്. അതുകൊണ്ട് എൻ്റെ വംശം, എൻ്റെ കുടുംബം, എൻ്റെ ജനത മൊത്തം അറബിയാണ്. അക്കാരണത്താൽ ഞാൻ അറബി ഭാഷയെ ഇഷ്ടപ്പെടുന്നു. വൽ ഖുർആനു അറബിയുൻ, അള്ളാന്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആൻ മുസ്ലിമീങ്ങളുടെ അടിയാധാരമായിട്ടുള്ള ആ നിയമസംഹിത ഖുർആൻ, അതും അറബിയാണ്, അറബി ഭാഷയിലാണ് ഖുർആൻ ഉള്ളത്. അതും അറബി ഭാഷയെ ഇഷ്ടപ്പെടാനുള്ള കാരണമാണ്. വകലാമു അഹ്ലിൽ ജന്നത്തി അറബിയ്യുൻ, ഇനി പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഈ ലോകം കഴിഞ്ഞ് മറ്റൊരു ലോകമുണ്ട്. ആ ലോകത്ത് വെച്ച് വിധി നിർണയം ഉണ്ട്. അതിൽ നല്ലവരായ ആളുകൾക്ക് സംഗമിക്കാനും ഉല്ലസിക്കാനുമുള്ള ആരാമമാണ് സ്വർഗം. ആ സ്വർഗത്തിലെ ജനങ്ങൾ എല്ലാവരും സംസാരിക്കുന്ന ഭാഷ അതും അറബിയുൻ, അറബി ഭാഷയാണ്. ഈ മൂന്ന് കാരണങ്ങളാൽ ഞാൻ അറബിയെ ഇഷ്ടപ്പെടുന്നു എന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഹദീസിന്റെ കിതാബുകളിൽ കാണുന്നുണ്ട്. നമ്മൾ ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് ആലോചിക്കണം. മുസ്ലിമീങ്ങളാണ്. നമ്മുടെ ഈ കർണാടക ഉൾപ്പെടെ ചില രാജ്യങ്ങളിൽ ചെന്നാൽ മുസ്ലിമാണോ എന്ന് ചോദിക്കും. ചിലരുടെ വേഷം കണ്ടാൽ ചോദിക്കാൻ തോന്നിപ്പോകും. തലയിലൊന്നുമില്ല, മുഖത്ത് താടിയില്ല, വേറെ അടയാളങ്ങളൊന്നുമില്ല. പിന്നെ ചോദിക്കും മുസ്ലിമാണോ എന്ന് ചോദിക്കേണ്ടി വരുന്നത് സംസാരിക്കുമ്പോഴാണ്. ഉറുദു അറിയില്ല, പിന്നെ എങ്ങനെ നിങ്ങൾ മുസ്ലിം ആയത്? ചില ആളുകൾ ചില നാട്ടിൽ പോയാൽ മുസ്ലിമീങ്ങളാണെങ്കിൽ ഉറുദു അറിഞ്ഞിരിക്കണം. ഉറുദു അറബിയുടെ അടുത്ത് നിൽക്കുന്ന മറ്റൊരു ഭാഷയാണ് എന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആനിനെ, ആ ഖുർആനിന്റെ സാഹിത്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഷ അറബി അല്ലാതെ വേറെ ഭാഷക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ഖുർആനിലെ സാഹിത്യങ്ങൾ. എങ്കിൽ ഏറെക്കുറെ അറബി അല്ലെങ്കിലും ഖുർആനിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സാഹിത്യ ഭാഷയാണ് ഉറുദു എന്ന് പറയുന്നത്. വാസ്തവത്തിൽ മുസ്ലിമീങ്ങൾ എവിടെ ഉണ്ടെങ്കിലും ഉറുദു എന്നതിലുപരി അറബി ഭാഷയായിട്ടൊരു ബന്ധം മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാവണം. നമ്മളെ കുട്ടികൾക്ക്, മക്കൾക്ക് അറബി ഭാഷ പഠിപ്പിച്ചു കൊടുക്കണം. നാടുകളിലൊക്കെ സ്കൂളിലെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് അറബിയൊക്കെ ഉണ്ട്. അറബി ഭാഷ പഠിപ്പിക്കുന്നുണ്ട് സ്കൂളുകളിലൊക്കെ. അപ്പോൾ വാസ്തവത്തിൽ അറബി ഭാഷ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതും അടുത്തറിയേണ്ടതും പഠിച്ചിരിക്കേണ്ടതുമായിട്ടുള്ള ഭാഷയാണ്.
ഇപ്പൊ നമുക്ക് മുസ്ലിമീങ്ങൾ എന്നുള്ള നിലക്ക് എല്ലാം അറിയുന്നു. പക്ഷെ പലപ്പോഴും അറബി ഭാഷയുടെ വാക്കുകൾ പറയുമ്പോൾ നമുക്ക് അവിടെ അമ്പേ പരാജയമാണ്. നിക്കാഹി ചൊല്ലിക്കൊടുക്കുന്ന സദസ്സിലൊക്കെ പോയിരുന്നാലേ വലിയ ആകട്ടെ പുതിയാപ്പിളയാകട്ടെ ഈ നിക്കാഹ് എന്ന ഇടപാടിന്റെ വാചകം അത് അറബി ഭാഷയിലായിരിക്കും. അറബി ഭാഷയിലായിരിക്കുന്നത് നല്ലതാണ്. ചില ഇമാമിങ്ങൾ അഭിപ്രായപ്പെട്ടത് അത് അറബി ഭാഷയിൽ തന്നെ ആവണം എന്നുണ്ട്. കാരണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്കുകൾ തന്നെ ഉപയോഗിക്കണം വൈവാഹിക ബന്ധത്തിന്, ഇടപാടുകൾക്ക്. അതുകൊണ്ടാണ് നമ്മൾ അറബി ഭാഷയിൽ ചൊല്ലിക്കൊടുത്ത് പിന്നെ നമ്മുടെ മാതൃഭാഷയിലേക്ക് വരുന്നത്. അപ്പൊ ഏതായിരുന്നാലും ഈ അറബി ഭാഷ ചൊല്ലിക്കൊടുക്കുമ്പോൾ ഏറ്റു ചൊല്ലുന്നിടത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറയാൻ കിട്ടുന്നില്ല. അക്ഷരങ്ങൾ ശരിയാകുന്നില്ല, വാക്ക് ശരിയാകുന്നില്ല. പിന്നെ അവിടെ വെച്ചിട്ട് അക്ഷരവും വാക്കും ശരിയാക്കാൻ നിന്നാൽ നിക്കാഹ് പെട്ടെന്നൊന്നും നടക്കൂല. അതുകൊണ്ട് എന്നാ പിന്നെ ആകുമ്പോ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. വാസ്തവത്തിൽ അവിടെയൊക്കെ നമ്മളൊരു ഭംഗിയായിട്ട് ഈ ചൊല്ലിത്തരുന്നത് ഏറ്റു ചൊല്ലുന്നതെങ്കിലും ഭംഗിയിലായിരുന്നെങ്കിൽ എത്ര മനോഹരമായിരിക്കും നമ്മുടെ നിക്കാഹുകളൊക്കെ. പലപ്പോഴും പലരും അതിൽ പരാജയപ്പെടുകയാണ്. അപ്പോൾ ഒരല്പം ബന്ധം നമുക്ക് അറബി ഭാഷയായിട്ട് ഉണ്ടാവണം. അതിനൊക്കെ പര്യാപ്തമാണ് നമ്മുടെ ഖുർആൻ പഠിക്കുന്ന സ്കൂളുകൾ, ഖുർആൻ പഠിപ്പിക്കുന്ന മദ്രസകൾ. അതിൽ നമ്മൾ ചേരുക. പ്രായഭേദമന്യേ ഖുർആൻ പഠിക്കാൻ മുന്നോട്ട് വന്നാൽ സ്വാഭാവികമായിട്ട് ഖുർആനിന്റെ വാക്കുകൾ, അതിന്റെ അക്ഷരങ്ങൾ, അത് പറയേണ്ട രീതികൾ, ഇതൊക്കെ പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അറബി വാക്യങ്ങൾ നമുക്ക് ചൊല്ലിത്തരുമ്പോഴോ നമ്മൾ ചൊല്ലുമ്പോഴോ ഒക്കെ തെറ്റില്ലാതെ അക്ഷരശുദ്ധിയോടുകൂടി നമുക്കത് ചൊല്ലാൻ കഴിയും. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അവർ തൊട്ടുമുദ്ധരിക്കുന്ന ഹദീസുണ്ട്. ഇബ്നു ഉമറിനെ തൊട്ടുദ്ധരിക്കുന്ന ഹദീസാണ് മറ്റൊന്ന് നിങ്ങളെ കേൾപ്പിച്ചത്. തഅല്ലമുൽ അറബിയ്യത, നിങ്ങൾ അറബി ഭാഷ പഠിച്ചിരിക്കണം. ഫഇന്നഹാ മിൻ ദീനിക്കും, അത് നിങ്ങളുടെ മതത്തിന്റെ ഭാഗമാണ്, ദീനിന്റെ ഭാഗമാണ്, നിങ്ങളത് പഠിക്കണോ. വതഅല്ലമുൽ ഫറായിദ, അതുപോലെ ഫറായിദും നിങ്ങൾ പഠിക്കണം. ഫഇന്നഹാ മിൻ ദീനിക്കും, അതും നിങ്ങളുടെ ദീനിന്റെ ഭാഗമാണ്. ഫറായിദ് എന്ന് പറഞ്ഞാൽ സ്വത്തവകാശം. ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ സ്വത്ത്, ആസ്തികൾ അവരുടെ അനന്തരാവകാശികൾക്ക് ഓഹരി വെക്കപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ. ഉമ്മക്ക് എത്ര ഉണ്ടാവും, ജ്യേഷ്ഠാനുജന്മാർക്ക് എത്ര ഉണ്ടാവും, അയാളുടെ മക്കൾക്ക് എത്ര ഉണ്ടാവും, മാതാപിതാക്കൾക്ക് എത്ര ഉണ്ടാവും, ഭാര്യക്ക് എത്ര ഉണ്ടാവും, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ സ്വത്തവകാശം, ഇതിനാണ് ഫറായിദ് എന്ന് പറയുന്നത്. ആ ഫറായിദ് നിങ്ങളുടെ മതത്തിൽപ്പെട്ടതാണ്, ദീനിന്റെ ഭാഗമാണ്. അത് പഠിക്കണം, അത് പഠിച്ചിരിക്കണം. എന്നാൽ അതേ തുല്യ സ്ഥാനത്തേക്ക് വെച്ചിട്ടാണ് പറയുന്നത് നിങ്ങൾ അറബി ഭാഷ പഠിച്ചിരിക്കണം എന്നും ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്നതായിട്ട് കാണുന്നു. ഇനി ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് നിർത്താം. വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ അറിയണം. ഇസ്ലാമിന്റെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള യുദ്ധമാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത്. ലോകത്തെ മുസ്ലിമീങ്ങൾ എപ്പോഴും ഓർമ്മിക്കുകയും ചരിത്രം അയവിറക്കുകയും ചെയ്യുന്നതാണ് ബദർ. ആ ബദറിലെ ശത്രുപക്ഷത്തിൽ നിന്നും കുറെ ആളുകളെ ബന്ധിതരാക്കി മറുപക്ഷം അറസ്റ്റ് ചെയ്തപ്പെട്ടവരെ ജയിലിൽ അടക്കുകയും അവരെ പിന്നെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാല് അവരെ ഈ ജയിലിൽ നിന്ന് മോചിതമാക്കാൻ പിന്നെ ദ്രവ്യം നൽകും, പണം നൽകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ മാനദണ്ഡം വെക്കും. എന്നിട്ട് അവരുടെ കുടുംബം മോചിപ്പിച്ചു കൊണ്ടുപോകും. അങ്ങനെയുള്ള രീതിയുണ്ട്, അത് നിയമമുണ്ട്. അങ്ങനെ വന്നപ്പോ ഈ ബദറിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളിൽപ്പെട്ട ചിലരൊക്കെ മോചന ദ്രവ്യം നൽകി അവരെന്ത് ചെയ്തു, അവരുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി സുരക്ഷിതരായി. കുറച്ച് ആളുകൾക്ക് ഈ മോചനദ്രവ്യം കൊടുക്കാനില്ല. അവര് ജയിലിൽ നിന്നും അറസ്റ്റിൽ നിന്നും മോചിതമാകാൻ വഴിയില്ല. അപ്പൊ അവർക്കിത് മോചിതമാകുകയും വേണം. അങ്ങനെ വന്നപ്പോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നോട്ട് വെച്ചൊരു ഉപാധിയായിരുന്നു, കുഴപ്പമില്ല, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മദീനക്കാരായ അൻസാരികളുടെ മക്കൾക്ക് അറബി ഭാഷ പഠിപ്പിച്ചു കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ പോയിക്കോളി. അപ്പൊ നിങ്ങൾ ഈ അൻസാരികളാകുന്ന ഈ ദേശത്തെ നാട്ടിലെ മക്കൾക്ക് അറബി ഭാഷ പഠിപ്പിച്ചു കൊടുത്താൽ പിന്നെ നിങ്ങൾ പണമൊന്നും കൊടുക്കണ്ട, നിങ്ങൾ മോചിതരായി പോയിക്കോളൂ. അപ്പൊ അത്ര പോലും പ്രാധാന്യത്തിൽ അറബി ഭാഷ പഠിപ്പിക്കുന്നതിന് അറബികൾക്കിടയിൽ തന്നെ അത്രയും വലിയ പ്രാമുഖ്യം. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് പ്രാധാന്യം നൽകി ജയിലിൽ നിന്ന് അറസ്റ്റിൽ നിന്ന് മോചിതമാകാനുള്ള മാനദണ്ഡമായി അറബി ഭാഷ പഠിപ്പിച്ചു കൊടുക്കലിനെ നബി തിരുമേനി തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ എത്ര പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നമ്മളെ മക്കളെ
അറബി ഭാഷയായിട്ട് അടുപ്പിക്കണം, അറബി ഭാഷയായിട്ട് ബന്ധപ്പെടണം, നമ്മളും അറബി ഭാഷയായിട്ട് ബന്ധപ്പെടണം. അതിന് നമുക്ക് ഇസ്ലാമിക് ക്ലാസ്സുകൾ, ഖുർആനിന്റെ ക്ലാസ്സുകൾ, ഹദീസിന്റെ ക്ലാസ്സുകൾ, ഇതൊക്കെ നമ്മൾ പങ്കെടുക്കുകയും അതിനാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു എല്ലാ ദിവസവും രാവിലെ ഇതിങ്ങനെ ഹദീസിന്റെ വാചകം കേൾപ്പിക്കുന്നതിന് ആ വാക്യങ്ങൾ കേൾക്കുക എന്നുള്ളതൊരു പുണ്യാണ്. അത് കേൾക്കുന്നത് ചില അറിവുകൾ നമുക്ക് തരുമെന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അറബി ഭാഷയായിട്ട് നമ്മൾ അടുക്കണം, നമ്മുടെ മക്കളെ അടുപ്പിക്കുകയും വേണം, അത് നമ്മുടെ ദീനിന്റെ ഭാഗമായി കാണുകയും വേണം എന്നുള്ളൊരു വലിയ പാഠമാണ് ഇതിൽ നിന്നൊക്കെ ഉള്ളത്. അല്ലാഹു തആല നമ്മളെ നല്ലവരാക്കി തരട്ടെ, നല്ലതുമായിട്ട് കൂടുതൽ നമ്മളെ അടുപ്പിച്ചു നിർത്തി തരട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും വേണ്ടായ്മകളിൽ നിന്നും അള്ളാഹു നമ്മളെ അകറ്റി നിർത്തി തരട്ടെ. നമ്മുടെ ദീനും ദുനിയാവും ആഖിറവും അള്ളാഹു വിജയപ്രദമാക്കി തരട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.